കാർഷിക വാർത്തകൾ. സംസ്ഥാനത്ത് റബ്ബർ വില വീണ്ടും കിലോ 199 രൂപയിലേക്ക്. ഈസ്റ്റർ കഴിഞ്ഞതോടെ കുരുമുളക് വിപണി സജീവം. ഏലം ലേല കേന്ദ്രങ്ങളിൽ വിൽപ്പന കനക്കുന്നു. സംസ്ഥാനത്ത് റബ്ബർ വില വീണ്ടും കിലോ 199 രൂപയിലേക്ക് ഉയർന്നു. ഉൽപ്പന്നം 200 മറികടക്കുമെന്ന പ്രതീക്ഷയിലാണ് തോട്ടമേഖല. എന്നാൽ ടയർ കമ്പനികൾ തണുപ്പൻ മനോഭാവം നിലനിർത്തി. 5ാം ഗ്രേഡ് 196 രൂപയായി ഉയർന്നു. വേനൽ മഴ ലഭ്യമായെങ്കിലും നിർത്തിവെച്ച റബ്ബർ ടാപ്പിംഗ് ഇനിയും പുനരാരംഭിച്ചിട്ടില്ല. ഉൽപാദന മേഖലയിൽ ഷീറ്റ് സ്റ്റോക്ക് കുറവായതിനാൽ വ്യാവസായിക ഡിമാൻഡിൽ വില ഉയരുമെന്ന നിഗമനത്തിലാണ് സ്റ്റോക്കിസ്റ്റുകൾ. കയറ്റുമതി വിപണിയായ ബാങ്കോക്കിൽ ഷീറ്റ് വില 189 രൂപയായി താഴ്ന്നു. മുൻനിര റബ്ബർ ഉൽപാദന രാജ്യങ്ങൾ പലതും റബ്ബർ സീസണിലേക്ക് കടക്കുന്നത് വരും ദിവസങ്ങളിൽ സമ്മർദ്ദമുളവാക്കാം. ഈസ്റ്റർ കഴിഞ്ഞതോടെ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും അന്താരാഷ്ട്ര കുരുമുളക് വിപണിയിൽ തിരിച്ചെത്തി. ഇതോടെ വിയറ്റ്നാമിൽ വില വർദ്ധിച്ചു. ഇവിടെ വിളവെടുപ്പ് നടക്കുകയാണെങ്കിലും ചരക്ക് ലഭ്യത കുറവാണ്. ഇന്ത്യൻ കുരുമുളക് റെക്കോർഡ് പ്രകടനങ്ങൾ നടത്തിയത് കണ്ട് ഒരു വിഭാഗം സ്റ്റോക്കിസ്റ്റുകൾ ചരക്ക് വിൽപ്പനയ്ക്ക് തയ്യാറായി. കൊച്ചിയിൽ 66 ടൺ മുളകാണ് വിൽപ്പനയ്ക്ക് വന്നത്. അൺഗാർബിൾഡ് കുരുമുളക് 71,900 നിന്നും 71,700 രൂപയായി താഴ്ന്നു. നെടുങ്കണ്ടത്ത് നടന്ന ഏലക്ക ലേലത്തിൽ 36,157 കിലോഗ്രാം ഏലക്കയുടെ കൈമാറ്റം നടന്നു. കയറ്റുമതിക്കാർ ഗൾഫ് മേഖലയിൽ നിന്നുള്ള ബക്രീദ് ഡിമാൻഡ് മുന്നിൽ കണ്ട് മികച്ച ഇനങ്ങൾ കിലോ 3,108 രൂപയിലും ശരാശരി ഇനങ്ങൾ 2,503 രൂപയിലുമാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. അഗ്രി ഫിൻടെക് സ്റ്റാർട്ടപ്പായ 24x7 മണി വർക്ക്സ് കൺസൾട്ടന്റിന്റെ 10% ഓഹരി സ്വന്തമാക്കി നബാർഡ്. കർഷകർക്ക് വായ്പാ സേവനങ്ങൾ വേഗത്തിലാക്കുകയാണ് സഹകരണ ലക്ഷ്യം. നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് അഗ്രി ഫിൻടെക് സംരംഭമായ 24x7 മണി വർക്ക്സ് കൺസൾട്ടിംഗിൽ 10% ഓഹരികൾ നിശ്ചിത തുകയ്ക്ക് ഏറ്റെടുത്തു. മൂലധന കമ്മിയുള്ള സ്റ്റാർട്ടപ്പിൽ നബാർഡിന്റെ ആദ്യ നിക്ഷേപമാണിത്. ഇ കിസാൻ ക്രെഡിറ്റ്, സഹകരണ ബാങ്കുകൾ, പ്രാഥമിക കാർഷിക ക്രെഡിറ്റ് സൊസൈറ്റികൾ, റീജിയണൽ റൂറൽ ബാങ്കുകൾ എന്നിവയ്ക്ക് ഡിജിറ്റൽ വായ്പാ വിതരണം ഉറപ്പാക്കുന്നതാണ് ഈ അഗ്രി ഫിൻടെക് സ്റ്റാർട്ടപ്പ്. ചെറുകിട നാമമാത്ര കർഷകർക്ക് വേഗത്തിലും സുതാര്യമായും കൂടുതൽ വായ്പാ സേവനങ്ങൾ നൽകാൻ സഹകരണ ബാങ്കുകൾ, PACS, RRBകൾ എന്നിവയെ ഈ തന്ത്രപരമായ സഹകരണം സഹായിക്കും. നബാർഡ് ചെയർമാൻ ഷാജി KV പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കാർഷിക സംരംഭങ്ങൾക്ക് KTAP നടപ്പിലാക്കാൻ കുടുംബശ്രീ. ആധുനിക സാങ്കേതിക വിദ്യയാണ് ഇതിനായി പ്രയോജനപ്പെടുത്തുക. കാർഷിക സംരംഭങ്ങൾ ആധുനികമാക്കാനും യുവസംരംഭകരെ ആകർഷിക്കാനും ടെക്നോളജി അഡ്വാൻസ്മെന്റ് പ്രോഗ്രാം നടപ്പിലാക്കാനുള്ള നീക്കത്തിലാണ് കുടുംബശ്രീ. രാജ്യത്തെ വിവിധ കാർഷിക ഗവേഷണ സ്ഥാപനങ്ങളുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ആധുനിക സാങ്കേതിക വിദ്യയാണ് ഇതിനായി പ്രയോജനപ്പെടുത്തുന്നത്. കൃഷിയിലും അനുബന്ധ മേഖലകളിലും ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച ഉൽപാദനം, സംസ്കരണം, വിപണനം എന്നിവ മെച്ചപ്പെടുത്തുകയും മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണം വർദ്ധിപ്പിക്കുകയുമാണ് ലക്ഷ്യം. ചെറുധാന്യങ്ങളുടെ മൂല്യവർദ്ധന ഉൽപ്പന്നങ്ങൾ, നാളികേര ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ നിർമ്മാണം, പരിസ്ഥിതി സൗഹൃദ പാക്കേജിംഗ്, ജൈവോൽപാദന രീതികൾ, സ്മാർട്ട് ഫാമിംഗ്, ബ്രാൻഡിംഗ്, ലൈസൻസ് ലഭ്യമാക്കൽ തുടങ്ങിയവയ്ക്ക് സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തും. ഇതുവഴി സംരംഭങ്ങൾ വലുതാകുകയും വരുമാനം കൂടുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷ. കുടുംബശ്രീക്ക് കീഴിൽ 92,442 കർഷക സംഘങ്ങളിലായി 4.3 ലക്ഷത്തോളം വനിതകൾ കൃഷിരംഗത്തുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. തെലങ്കാനയിലെ കർഷകർക്ക് വിള ഇൻഷുറൻസ് ലഭ്യമാക്കും. പ്രധാനമന്ത്രി ഫസൽ ഭീമ യോജനയിൽ നിന്ന് പിന്മാറിയ സംസ്ഥാനം വീണ്ടും കേന്ദ്ര പദ്ധതിയിൽ ചേരും. വരുന്ന ഖാരിഫ് സീസണിൽ സമഗ്ര വിള ഇൻഷുറൻസ് പദ്ധതി വീണ്ടും അവതരിപ്പിക്കാനുള്ള നീക്കത്തിലാണ് തെലങ്കാന സർക്കാർ. 2020 പ്രധാനമന്ത്രി ഫസൽ ഭീമ യോജനയിൽ നിന്ന് പിന്മാറിയ സംസ്ഥാനം വീണ്ടും കേന്ദ്ര പദ്ധതിയിൽ ചേരാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പദ്ധതി പ്രകാരം കർഷകർ ഖാരിഫ് വിളകൾക്ക് 2% പ്രീമിയവും റാബി വിളകൾക്ക് 1.5% പ്രീമിയവും അടയ്ക്കേണ്ടി വരും. ബാക്കിയുള്ളത് സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ പങ്കിട്ടായിരിക്കും നൽകുക. വാണിജ്യ വിളകൾക്ക് കർഷകരുടെ വിഹിതം 5% വിളനാശം വിലയിരുത്തുന്നതിന് സംസ്ഥാനത്തെ 11 ക്ലസ്റ്ററുകളായി വിഭജിക്കും. അതേസമയം വിള ഇൻഷുറൻസിന് പാട്ടക്കർഷകരെ പരിഗണിക്കുന്നില്ലെന്ന പരാതിയും കർഷകർ ഉന്നയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കാർഷിക രംഗത്ത് ഇന്ത്യയും ബ്രസീലും കൈകോർക്കുന്നു. വിളവ് വർദ്ധിപ്പിക്കുന്ന മാതൃക ഇന്ത്യയിലും നടപ്പാക്കും. ചെറിയ കൃഷിയിടത്ത് കൂടുതൽ വിളവ് നേടുന്ന ബ്രസീലിയൻ കൃഷിരീതി രാജ്യത്ത് പരീക്ഷിക്കാനുള്ള നീക്കത്തിലാണ് കേന്ദ്ര കൃഷി മന്ത്രാലയം. സാങ്കേതിക ഉപകരണങ്ങളുടെ ഉപയോഗം, കാര്യക്ഷമമായ ഭൂവിനിയോഗം, സുസ്ഥിര കൃഷി എന്നിവയിലൂടെ വിളവ് വർദ്ധിപ്പിക്കുന്ന മാതൃക ഇന്ത്യയിലും നടപ്പിലാക്കും. ബ്രിക്സ് ഉച്ചകോടിക്ക് മുന്നോടിയായി കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാന്റെ ബ്രസീൽ സന്ദർശനത്തിന് ശേഷമാണ് തീരുമാനം. ആദ്യഘട്ടത്തിൽ സോയാബീൻ, ചോളം, തക്കാളി കൃഷിരീതികളിലാണ് പരീക്ഷിക്കുക. നിലവിൽ രാജ്യത്ത് 15 മില്യൺ ടണ്ണിന്റെ സോയാബീൻ വിളവ് ലഭിച്ചെങ്കിലും ബ്രസീലിന്റെ ശരാശരി വാർഷിക ഉൽപാദനമായ 169 ദശലക്ഷം ടണ്ണുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് തീരെ കുറവാണ്.
ബ്രസീലിന്റെ സാങ്കേതിക വിദ്യാധിഷ്ഠിത കൃഷിരീതികൾ നടപ്പിലാക്കുന്നതിലൂടെ സോയാബീൻ ഉൽപാദനവും എണ്ണ നിർമ്മാണവും ഉയർത്താനാവുമെന്ന പ്രതീക്ഷയിലാണ് കേന്ദ്രം. മണ്ണിന്റെ ആരോഗ്യം വർദ്ധിപ്പിക്കുക, ജലസേചനത്തിൽ ശാസ്ത്രീയ മാർഗങ്ങൾ സ്വീകരിക്കുക, വളപ്രയോഗത്തിനായി GPS ഗൈഡഡ് ഉപകരണങ്ങൾ, ഡ്രോണുകൾ എന്നിവ ഉപയോഗിക്കുക, ഉപഗ്രഹ ചിത്രങ്ങൾ ഉപയോഗിച്ച് കൃഷി വിലയിരുത്തുക തുടങ്ങിയ ബ്രസീൽ മാതൃകകൾ സ്വീകരിക്കാനാണ് കേന്ദ്രം പദ്ധതിയിടുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. തുവരപ്പരിപ്പ് താങ്ങുവിലയിൽ വാങ്ങാൻ കേന്ദ്രം. മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത കർഷകരുടെ പക്കൽ നിന്നുമാണ് സംഭരണം. കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന തുവരപ്പരിപ്പ് പൂർണ്ണമായും അടിസ്ഥാന താങ്ങുവിലയിൽ ഏറ്റെടുക്കുമെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കിയിരിക്കുകയാണ് കേന്ദ്രം. കിൻഡലിന് 7,550 രൂപ നിരക്കിലായിരിക്കും വാങ്ങുക. ആന്ധ്രാപ്രദേശിൽ പയർവർഗ്ഗങ്ങളുടെ സംഭരണ സമയപരിധി കേന്ദ്രം 1 മാസത്തേക്ക് നീട്ടിയതിനെ തുടർന്നാണ് ഈ പ്രഖ്യാപനം. ആന്ധ്ര, ഗുജറാത്ത്, കർണാടക, മഹാരാഷ്ട്ര, തെലങ്കാന എന്നിവിടങ്ങളിൽ നാഫെഡ്, നാഷണൽ കോർപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്നിവ വഴി അടിസ്ഥാന താങ്ങുവിലയിൽ സംഭരണം പുരോഗമിക്കുകയാണെന്ന് കൃഷി മന്ത്രാലയം പറഞ്ഞു. ഈ സംസ്ഥാനങ്ങളിൽ ആകെ 3.92 ലക്ഷം ടൺ തുവരപ്പരിപ്പാണ് സംഭരിച്ചത്. ഇത് 2.56 ലക്ഷത്തിലധികം കർഷകർക്ക് പ്രയോജനം ചെയ്തു. നാഫെഡിന്റെ ഈ സമൃദ്ധി പോർട്ടലിലും NCCFന്റെ ഈ സംയുക്തി പോർട്ടലിലും മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത കർഷകരിൽ നിന്നും തുവരപ്പരിപ്പ് സംഭരണം നടക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഏറെക്കാലത്തെ ഇടിവിന് ശേഷം കുരുമുളക് വില കുതിപ്പിൽ. കിലോയ്ക്ക് 700 രൂപയ്ക്ക് മുകളിലാണ് ശേഖരിക്കുന്നത്. വയനാട്ടിൽ കർഷകരിൽ നിന്ന് കിലോയ്ക്ക് 700 രൂപയ്ക്കാണ് കുരുമുളക് ഇടനിലക്കാർ വാങ്ങുന്നത്. വയനാടൻ കുരുമുളക് 710 രൂപയ്ക്കുമാണ് ഇപ്പോൾ ശേഖരിക്കുന്നത്. കൊച്ചിയിൽ വില ഇതിനേക്കാൾ 10 രൂപ കൂടുതലാണ്. കർണാടകയിൽ 850 രൂപ വരെ കർഷകർക്ക് ലഭിക്കുന്നുമുണ്ട്. പ്രധാന ഉൽപാദന രാജ്യങ്ങളിലുണ്ടായ ഉൽപാദന ഇടിവാണ് വില കത്തിക്കയറാൻ ഇടയായത്. കൂടാതെ ശ്രീലങ്ക, വിയറ്റ്നാം എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള കുരുമുളക് ഇറക്കുമതിയിലും കാര്യമായ കുറവുണ്ടായിട്ടുണ്ട്. ഇത് ആഭ്യന്തര കർഷകർക്ക് ഏറെ ആശ്വാസമായി. കാലാവസ്ഥാ വ്യതിയാനം മൂലം സംസ്ഥാനത്തെ കുരുമുളക് കർഷകരും ഉൽപാദന ഇടിവ് നേരിടുന്നുണ്ട്. ഉത്തരേന്ത്യൻ വിപണികളാണ് രാജ്യത്ത് കുരുമുളക് വിലയെ നിയന്ത്രിക്കുന്നത്. മെയ് മാസത്തോടെ ശ്രീലങ്കയിൽ കുരുമുളക് വിളവെടുപ്പ് തുടങ്ങുമെങ്കിലും ഇവയ്ക്ക് ഗുണമേന്മ കുറവാണ്. അതിനാൽ സംസ്ഥാനത്തെ കുരുമുളക് വില ഉയർന്നു നിൽക്കുമെന്നാണ് വിപണിയിൽ നിന്നുള്ള സൂചന. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം: RSS 4 198, RSS 5 195, ലാറ്റക്സ് 141, ജാതിക്ക 350, ജാതിപത്രി 1800 മുതൽ 2250 വരെ, ഗ്രാമ്പു 850, അടയ്ക്ക 280, കാപ്പിക്കുരു 270, കൊക്കോ പരിപ്പ് 350, കുരുമുളക് ഗാർബിൾ 73,700, കുരുമുളക് അൺഗാർബിൾ 71,700, ഏലക്ക 2,450 മുതൽ 2,550 വരെ, വെളിച്ചെണ്ണ 26,700, കൊപ്ര 18,400, ചുക്ക് 22,500.